കേവലം സാങ്കേതിക തകരാർ എന്നൊരു വാക്ക് പറഞ്ഞ് എളുപ്പത്തിൽ കൈകഴുകാൻ ഇത് ഏതെങ്കിലും മൂന്നാംകിട രാജ്യമാണെന്ന് കരുതിയോ? ഇത് ഇന്ത്യയാണ്. അവരുടെ ഏറ്റവും വലിയ ഉപഭോക്തൃ സമൂഹമുള്ള അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റാണിത്. ഒരു നിരോധനം അങ്ങ് അടിച്ചു തന്നാൽ താങ്ങില്ല ഒരുത്തനും. പറഞ്ഞു വരുന്നത് നമ്മുടെ മാർക്ക് സക്കർബർഗിന്റെ മെറ്റയെ പറ്റിയാണ്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിന്റെയും ഒക്കെ മാതൃ കമ്പനിയായ മെറ്റ പ്ലാറ്റ്ഫോംസിനെ പറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് കളിച്ചാൽ കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയിരിക്കും. വെറുമൊരു എറർ എന്ന് പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്നും തലയുരാൻ മെറ്റയെ കേന്ദ്ര സർക്കാർ ഒരിക്കലും അനുവദിക്കില്ല, പ്രത്യേകിച്ച് രാജ്യ താല്പര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്റ് നീക്കം ചെയ്ത സംഭവത്തിൽ മെറ്റയുടെ കൂടുതൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ കേന്ദ്ര IT മന്ത്രാലയം ഡൽഹിയിലേക്ക് നേരിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത 7 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിൽ ഈ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകണം. വെറുമൊരു സാങ്കേതിക തകരാർ എന്ന മെറ്റയുടെ സ്ഥിരം ന്യായീകരണം സർക്കാർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. നയപരവും സാങ്കേതികവുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകണമെന്നാണ് സർക്കാരിന്റെ കർശന നിർദ്ദേശം. കഴിഞ്ഞ ജൂലൈ 23-നാണ് ഈ വിവാദങ്ങൾക്ക് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന കർശന നടപടികളെക്കുറിച്ച് രാജ്യത്തെ യുവാക്കളോട് സംസാരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇതിന് പിന്നാലെയാണ് IT മന്ത്രാലയം അടിയന്തരമായി ഇടപെട്ടതും നടപടികൾ കടുപ്പിച്ചതും. ഇന്ത്യയുടെ കർശന നിലപാടിന് മുന്നിൽ മുട്ടുകുത്തിയ മെറ്റ അധികം വൈകാതെ തന്നെ സർക്കാരിനോട് ഖേദം പ്രകടിപ്പിച്ചു. മാത്രമല്ല ജൂലൈ 28 മുതൽ പുതിയൊരു പ്രോട്ടോകോൾ നടപ്പിലാക്കിയെന്നും അറിയിച്ചു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരുടെ അക്കൗണ്ടുകൾക്ക് കൂടുതൽ സുരക്ഷയും നിരീക്ഷണവും ഉറപ്പാക്കുന്നതാണ് ഈ പുതിയ സിസ്റ്റം. എന്നാൽ ഈ ഒരു വിശദീകരണത്തിൽ മാത്രം തൃപ്തരാകാതെയാണ് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടിയെടുത്തു എന്നതിന്റെ പൂർണ്ണ കണക്ക് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തിന് മുകളിലല്ല ഒരു വിദേശ കുത്തക കമ്പനി തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന വിദേശ ടെക് ഭീമന്മാരുടെ ധാർഷ്ട്യത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണിത്. അടുത്ത പണി കറങ്ങി നടക്കുന്നത് ആ ടെലിഗ്രാമിനാണ്. ഡിജിറ്റൽ ലോകത്തും രാജ്യത്തിന്റെ അഭിമാനം അടിയറവ് വയ്ക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും തെളിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.